ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ ജർമ്മനിയാണ്. നമ്മൾ ജർമ്മനിയിൽ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ കസിൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളിപ്പോൾ ഇവിടെ ഔസ്ബുർഗിലെത്തിയേക്കാണ്. എൻ്റെ കസിൻ ചേച്ചിയുടെ വീട്ടിലാണ് ഫസ്റ്റ് ഞങ്ങൾ വന്നത്. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു. അപ്പോൾ ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം ഞങ്ങൾ ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകും, റെഡ് ഓഫീസിലേക്ക്. നമ്മളിപ്പോൾ പുറത്തേക്കൊന്ന് പോവാണ്. അപ്പോൾ ജസ്റ്റ് ഈ സിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി, കറങ്ങി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ കെല്ലറിൻ്റെ അവിടെ ഒന്ന് പോയി. ഇവിടുത്തെ കെല്ലർ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഒരു ഹൊറർ വൈബൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റോറേജ് സ്പേസ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ പണ്ട് ചെറുപ്പത്തിലല്ലേ എപ്പോഴും നമ്മളിങ്ങനെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണില്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ് ശരിക്കും ഇവിടെ. ഞാൻ വേറെ വീഡിയോസിൽ അങ്ങനെ യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ കാണാറില്ല ഇങ്ങനത്തെ ഒന്നും സ്പേസ് കാണാറില്ല. പക്ഷെ ഇത് നല്ലൊരു അടിപൊളി സ്പേസ് ആയിട്ടാണ് തോന്നണേ. ശരിക്കും നല്ലൊരു ഹൊറർ ഫീലൊക്കെ തോന്നുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇവിടെ അടിപൊളി ലക്ഷറി വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സ്പ്രേ പെയിൻ്റ് കൊണ്ടുള്ള ഡിസൈൻസ് ഒക്കെയാണ് തോന്നുന്നത്. നല്ല നമ്മളിങ്ങനെ കാണാറുള്ളത്, ഞാൻ വീഡിയോയിൽ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴൊന്നും അല്ല, നമ്മളിങ്ങനെ നേരിട്ട് ഇതാണ്. നല്ല അടിപൊളിയാണ് സ്ഥലം. നമുക്കിപ്പോൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതൊന്നും ടെസ്ലയുടെ കാറാണ്. ടെസ്ല ആദ്യമായിട്ടാണ് പുറത്തിറങ്ങാൻ ജർമ്മനിയിൽ വന്നിട്ട്. അപ്പോൾ അടിപൊളി സ്ഥലമായിട്ടുണ്ട്. എല്ലാ ഏകദേശം ഒരേപോലെയൊക്കെ തോന്നണേ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഫുഡിൻ്റെ മെക്ഡോണൾഡ്സ് ഒക്കെ. ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ബസ് സ്റ്റേഷനാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ സ്ഥലം കാണാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതിൽ കൂടെ ഒക്കെ ഒന്ന് വെറുതെ നടക്കുകയാണ്. ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ്. ഇപ്പം നമ്മൾ നടന്നു വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ കയറിയതാണ്. ഇതിങ്ങനെ മരിച്ചവരൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടാണ് സ്ഥലം. പക്ഷേ നമ്മുടെ വലിയ നല്ല കേട്ടോ. ഇവിടെ അടിപൊളി നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല രസമുണ്ട് അല്ലേ. മഴയുടെ ഒരു ക്ലൈമറ്റ് പോലെ. മഴയല്ല അല്ലത്, പക്ഷെ അടിപൊളി സ്ഥലമായിട്ടുണ്ട്. ഇവിടെ ഈ ബാക്കിലൊക്കെ ഉണ്ട് കുറേ ട്രീസും. ശരിക്കും നമുക്ക് ഒന്നും അറിയണില്ല ഞാൻ നോക്കുമ്പോൾ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത് വേറൊരു ഫീലായി. ഈ ഒരു തണുപ്പും എല്ലാം കൂടെ വേറൊരു ഫീലായിട്ട് വരണേ. ഞാനും വീഡിയോസിൽ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറില്ല, പക്ഷെ നേരിട്ട് വന്ന് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ജർമ്മനിയിൽ വരാനുള്ളവരൊക്കെ ഇതൊരു മോട്ടിവേഷനായിട്ട് എടുക്കുക. എന്നിട്ട് എല്ലാവരും വേഗം വരാൻ നോക്കുക. അടിപൊളിയാണ്. എല്ലാവരും ഇപ്പോൾ ജർമ്മനിക്കാണല്ലോ വരുന്നത്. ശരിയാ, മഴയുണ്ട്. അടിപൊളി
നല്ല രസമുണ്ട് കാണാനായിട്ട്. മെരിക്കൊക്കെയാണ് ഇവിടെ വെച്ച് മരിക്കണല്ലേ? ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. മെരിക്കാണെങ്കിൽ ഇവിടെ വെച്ച് മരിക്കണല്ലേ? ഇവിടെ തന്നെ മരിക്കണം. സുഖമായിട്ട് കിടന്നുറങ്ങാം. നല്ല ശരിക്കും നല്ല വൈബായിരുന്നു. നമുക്കൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. ഇപ്പം നമ്മൾ വേറൊരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നമ്മൾ സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പെയ്യണ പോലെ തോന്നുന്നല്ല, ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട്. അതിന് വലുതായിട്ട് പെയ്യില്ലാന്ന് തോന്നുന്നു. പെയ്യാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കയറി നിൽക്കാം. കുട ഇരിക്കാൻ മറന്നു, അത് ആലോചിച്ചില്ലേ മഴയൊക്കെ പെയ്യണ കാര്യം. ഇതുകൾക്കൊക്കെ ഇപ്പോൾ ഒരു 5 euro ആണ് വരുന്നത്. ഇത് ഓഫർ പ്രൈസാണെന്ന് തോന്നുന്നു. ഓഫർ ഉള്ളതാന്ന് തോന്നുന്നു പുറത്തിട്ടേക്കണേ. അകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെയാണെങ്കിൽ വഴിയിൽ കുറേ ബേക്കറീസൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇവിടെ നമ്മുടെ ജ്യൂസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജ്യൂസുകൾക്കൊക്കെ കണ്ട 2 euro 1 euro ഒക്കെയാണ്. നമ്മുടെ ഇവിടെ അപ്പം നമ്മൾ സ്ട്രീറ്റ്സിൽ കൂടെ ഒക്കെ നടന്ന് മഴയൊക്കെ ഇത്തിരി പെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് നമ്മൾ അവിടുത്തെ ഗ്രോസറിയുടെ റേറ്റ് ഒക്കെ നോക്കുകയായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അവിടെ കൊടുത്തേക്കണോ 1 euro ഒക്കെയാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ ഫ്രോസൺ സാധനങ്ങളൊക്കെ കണ്ടു. ഇങ്ങനെ ജപ്പാൻ, ചൈന അവിടത്തെയൊക്കെ സാധനങ്ങൾ. പിന്നെ നമ്മൾ മോമോസും കണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒന്ന് കണ്ട് കറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കസിൻ ചേച്ചി ഞങ്ങൾ വിളിച്ചായിരുന്നു. ചേച്ചി വന്നെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ചേച്ചി ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഡിയോണർ വാങ്ങിച്ചു തന്നു. നമ്മുടെ നാട്ടിലത്തെ ഒരു ഷവർമ പോലത്തെ ഒരു സംഭവം ആണത്. അത് വാങ്ങി കഴിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി പിന്നെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് കാലത്ത് എഴുന്നേറ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റെഡോൾസലിലേക്ക് പോവാം. നമ്മളിപ്പോൾ എൻ്റെ കസിൻ ചേച്ചിയുടെ വീട്ടിലായിരുന്നല്ലോ നിന്നേ, ഹൗസ് ബോട്ടിൽ. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ പഠിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്, റെഡോൾസലിലേക്ക്. അപ്പോൾ 3 കണക്ഷൻ ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫസ്റ്റത്തെ ട്രെയിൻ കയറിയപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. അടുത്ത ട്രെയിനിന് വെയിറ്റ് ചെയ്ത്. അപ്പം 2 കയ്യിൽ ലഗേജൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഇരിക്കുമ്പോൾ ഇടയ്ക്ക് വീഡിയോ കാണിച്ചു തരാം. ഇവിടെ എൻ്റെ ചേട്ടനുണ്ട്, പിന്നെ വേറൊരു കുട്ടിയും ഉണ്ട് ഞങ്ങളുടെ കൂടെ ഉള്ളത് തന്നെ. അപ്പോൾ നമുക്കിനി എവിടെയും ഇതിനടുത്ത് സ്ഥലത്ത് പോയിട്ട് കാണാം.
ഗൈസ് അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. നല്ല മഴയില്ല, നമ്മുടെ നാട്ടിലത്തെ പോലെ മഴയല്ല, പക്ഷേ ഇങ്ങനെ ഒരു ചാറിട്ടുള്ളൊരു മഴ പെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ട്രെയിനൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് വന്ന കാരണം നമുക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് എല്ലാം കാണുമ്പോൾ. നമ്മളിവിടെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം പുതിയതാണ് ഇവിടെ ശരിക്കും. നമ്മൾ വീഡിയോയിൽ കണ്ട പോലെയല്ല ശരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് നേരിട്ട് കാണുമ്പോൾ അതൊക്കെ വേറെ. നമുക്ക് ഇതിലൂടെ നമുക്ക് അങ്ങനെ ഫുള്ളായിട്ടൊന്നും പറഞ്ഞുതരാൻ പറ്റും. ശരിക്കും നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഞങ്ങളിപ്പോൾ താമസിക്കാൻ പോണത് ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ്. ഫുൾ സീ ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ സമ്മറിലൊക്കെ അവിടെ ഫുൾ ടൂറിസ്റ്റ് ആയിരിക്കും എപ്പോഴും. അങ്ങനെ ഞങ്ങൾ റെഡ് ഹോൾസിൽ എത്തി. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ ഓൾറെഡി അവിടെ മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു, ഒരു മാസം മുമ്പ്. അപ്പോൾ ഞങ്ങൾ റിസീവ് ചെയ്യാൻ വേണ്ടി അവരൊക്കെ വന്നായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ റാത്ത് ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ അടുത്ത തലേ ദിവസമായി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ അൺമെൽഡും ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ നമ്മളിത് എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ ഞങ്ങൾ പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വന്ന് ചെയ്തു, അതൊക്കെ റെഡിയായി. പിന്നെ ഇവിടെ നല്ല മഴയുടെ ഒരു ഇതൊക്കെ ഉണ്ട്. നല്ല ക്ലൈമറ്റാണ്, നല്ല അടിപൊളിയാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുമ്പോൾ മഴ പെയ്യുമ്പോൾ അവർക്ക് പൊട്ട ക്ലൈമറ്റാണ്. വെയിലൊക്കെ വരുമ്പോഴാണ് നല്ല ക്ലൈമറ്റ്. പക്ഷേ എനിക്ക് നല്ല മഴയുടെ ക്ലൈമറ്റൊക്കെ നല്ല ഇഷ്ടമായ കാരണം എനിക്കിത് അടിപൊളി ക്ലൈമറ്റായിട്ട് തോന്നുന്നത്. പിന്നെ ഇവിടെ ഒരു നല്ല ഒരു സീനറി ഒക്കെ ഉള്ള സ്ഥലം, ഈ മറ്റേ ബോർഡൻസയിൽ കോൺസ്റ്റൻസ് അതിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു സ്ഥലം. അപ്പോൾ അടിപൊളിയാണ് ശരിക്കും. ഇവിടുത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ബാക്കിലൊക്കെ കണ്ട് ഇങ്ങനെ നല്ല അടിപൊളി പ്ലേസുകൾ. അങ്ങനെ ഞങ്ങൾ സിറ്റി രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുമായിരുന്നു.